ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ലാലേട്ടൻ സിബിന് കൊടുത്ത പണിഷ്മെന്റ് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായക്കാരാണ് ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ. പക്ഷേ അതിനൊരു വാല്യുബിൾ റീസൺ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സിബിൻ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നുണ്ട് സിബിൻ. അപ്പോൾ സിബിന്റെ ഈ നേതൃപാടവം മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ട്. സിബിൻ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ വാല്യൂ ഉണ്ട്. പല കണ്ടസ്റ്റൻസും സിബിൻ പറയുന്നതിനോട് യോജിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല വഴക്കുകളും അവിടെ ഒഴിവാകുന്നുണ്ട്. അപ്പോൾ അത് ബിഗ് ബോസിന്റെ പ്രശ്നമാണ്. പവർ ടീം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പവർ കിട്ടുമ്പോൾ, ഒരു ഗ്രൂപ്പിന് ഒരു പവർ കിട്ടുമ്പോൾ മറ്റ് രണ്ട് ഗ്രൂപ്പുകൾക്ക് എന്തായാലും അവരോട് നീരസം ഉണ്ടാവും, അല്ലെ? അവർ പലതരത്തിലുള്ള പവർ പ്രയോഗിക്കുമ്പോൾ നീരസം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഗ്രൂപ്പുകൾ തമ്മിൽ അടിക്കും. ആ അടിയാണ് ഇവരുടെ കണ്ടന്റ്. പക്ഷേ പവർ ടീമിലേക്ക് സിബിൻ വന്ന ശേഷം ഈ അടികൾ മാക്സിമം കുറഞ്ഞു എന്നുള്ളതാണ്. പവർ ഗ്രൂപ്പിനുള്ളിൽ തന്നെ മുമ്പുണ്ടായിരുന്ന പവർ ഗ്രൂപ്പിനുള്ളിൽ തന്നെ തമ്മിൽ അടിയും വഴക്കും പരസ്പരം ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ സിബിന്റെ പവർ ടീമിൽ എന്ന് പറഞ്ഞാൽ സിബിൻ പറയുന്നതാണ് അവിടെ ബാക്കി എല്ലാവരും അംഗീകരിക്കുക. മുറുമുറുപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും സിബിന്റെ മുന്നിൽ അത് വിലപ്പോകില്ല. സിബിൻ അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പൊ ശരണ്യെ പോലുള്ള ആളുകളൊക്കെ കൂട്ടത്തിൽ നിന്ന് പാലം വലിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി പവർ ടീമിലുള്ള ആൾക്കാരാണ്. അത് നടക്കുന്നില്ല. അപ്പൊ അവിടെ അടി ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ പല അടി ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും ഇവരുടെ തീരുമാനങ്ങളിൽ എതിർപ്പുള്ള ആൾക്കാർ അടി ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലെ ലാലേട്ടൻ സിബിന് മുമ്പിൽ തുറന്നു കാണിച്ചു. സിബിൻ ബുദ്ധിയുള്ള ആളാണെങ്കിൽ മനസ്സിലാവും. കാരണം നോറയുടെ വിഷയം തന്നെയാണ്. നോറയ്ക്ക് ഇവർ പണിഷ്മെന്റ് കൊടുത്തിട്ട്, കിൽക്കത്തിലെ രേവതിയെ പോലെ അഭിനയിക്കാൻ പണിഷ്മെന്റ് കൊടുത്തിട്ട്, രേവതിയായി അഭിനയിച്ചിട്ട് ഞാൻ ഇവിടെ ഉള്ള പല കാര്യങ്ങളും വിളിച്ചു പറയും, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമെന്ന് പറഞ്ഞിട്ട് നോറ പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ ഇവരെ മ്യൂട്ട് ചെയ്തു, പോസ് ചെയ്തു. അപ്പോൾ ശരണ്യയുടെ അടുത്ത് പോയി ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോൾ ശരണ്യ അപ്പോൾ പോസ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും പറയാനുള്ള അവസരം ഇവർ നിഷേധിച്ചു. ആ പറയാനുള്ള അവസരമാണ് ശരിക്കും ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവരുടെ പവർ ഉപയോഗിച്ച് അത് മ്യൂട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വഴക്കിനുള്ള സാധ്യത ഇല്ലാണ്ടാവുക ചെയ്ത്. അത് തന്നെയാണ് ഇന്നലെ ലാലേട്ടൻ പറയാതെ പറഞ്ഞത്. ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നോറയെ കൊണ്ടത് പറയിപ്പിച്ചതിന്റെ കാരണം അതാണ്. എന്താണ് അടുത്ത വഴക്ക് നടക്കണം, ശരണ്യയും നോറയും തമ്മിൽ അടി ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പറയാനുള്ളത്? അപ്പൊ എന്നോട് പണ്ട് പറഞ്ഞില്ലേ ഒരു കാര്യം, അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ശരണ്യക്ക് കാര്യം മനസ്സിലായി. ശരണ്യക്കുള്ള ഒരു പാരയാണ് വരുന്നത് മനസ്സിലായത് കൊണ്ടാണ് ഇത് പോസ് ചെയ്യിപ്പിച്ചതും മ്യൂട്ട് ചെയ്യിപ്പിച്ചതും. അപ്പൊ അത് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു പരിണത ഫലം എന്നുള്ള നിലയ്ക്കാണ് സിബിനെ ഇന്നലെ അത്രയധികം ശിക്ഷകൾ നൽകിയത്. കാരണം നിസാരമായിട്ടുള്ളൊരു തെറ്റിന് മുമ്പത്തെ സീസണുകളിലും ഈ സീസണിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ തെറിവാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആക്ട് കാണിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നില്ല. പക്ഷെ അവർക്കൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള പണിഷ്മെന്റ് സിബിന് കൊടുക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ടു, അത് കഴിഞ്ഞ് പവർ ടീമിൽ നിന്ന് ഒഴിവാക്കി, അത് കഴിഞ്ഞ് ഹൗസിലുള്ളവരെ കൊണ്ട് പണിഷ്മെന്റ് കൊടുപ്പിച്ചു. ഒരു നിസാര തെറ്റിന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഇതാ കിടക്കട്ടെ ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞല്ല. ശരിക്കും മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ നിന്ന് പോയതാണെന്ന് ആത്മാർത്ഥമായി പറഞ്ഞു. അതിനൊരു വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് ഇന്നലെ സിബിന് നേരെ ഉണ്ടായത്. അതിനുള്ള കാരണം ഇതാണ്. ബിഗ് ബോസിന്റെ പല കണ്ടന്റുകളും സിബിൻ കാരണം മുടങ്ങുന്നു. അതുപോലെ തന്നെ പവർ ടീമിൽ നിന്ന് സിബിനെ ഒഴിവാക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. പവർ ടീമിനുള്ളിൽ സിബിൻ നിന്ന് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള തല്ല് ഒഴിവാകും. കാരണം സിബിൻ മുന്നിൽ നിൽക്കുകയാണ് ഈ വഴക്കൊഴിവാക്കാൻ വേണ്ടി. ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പോകണം, ഗ്രൂപ്പായിട്ട് തീരുമാനിക്കണം. മറ്റേതെന്ന് പറഞ്ഞാൽ പവർ ടീമിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 അഭിപ്രായം വരുന്നു എന്തെങ്കിലും കാര്യം വരുമ്പോൾ. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ തല്ല്, അവരുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പ്, മറ്റു ടീമിലേക്ക് പോയിട്ട് ചോർത്തി കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഈ ടീമിൽ അതില്ല. അപ്പൊ അതൊക്കെയാണ് ശരിക്കും ബിഗ് ബോസിന് കണ്ടന്റ് ആയിട്ട് വേണ്ടത്. ഇവർ തമ്മിൽ തല്ലണം. ആ തമ്മിൽ തന്നെ ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം സിബിൻ ഏറ്റെടുത്തോട് കൂടിയിട്ടാണ് ബിഗ് ബോസിന്റെ കണ്ടന്റായിട്ട് ശരിക്കും സിബിൻ മാറിയത്. അത് പലരും തിരിച്ചറിയുന്നില്ല. പലരും ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്തവർക്ക് ഇത്ര ശിക്ഷ കൊടുക്കുന്നില്ല, സിബിന് മാത്രം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം തന്നെ ഇതാണ്. സിബിന് കാരണം കൊണ്ട് കണ്ടന്റുകൾ പലരും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ ഇപ്പൊ ലാസ്റ്റ് ഈ ആക്ട് കഴിഞ്ഞ ശേഷം സിബിൻ തന്നെ പറയുന്നുണ്ട്, ഇനി ജാസ്മിനുമായിട്ട് ഒരു ഇടപാടുമില്ല, ഞാൻ അവളെ അവോയ്ഡ് ചെയ്യും, ഞാൻ മിണ്ടുകയല്ല, അവളോട് ഒരു വർത്താനവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ബിഗ് ബോസിനെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒരാളവിടെ മിണ്ടാതിരിക്കരുത്. ഇങ്ങനെ ശത്രുക്കളെ പോലെ നിൽക്കുന്ന 2 ആൾക്കാർ ഇപ്പൊ നോറയെ പോലെ ചൊറിഞ്ഞ് നിൽക്കണം. അങ്ങനെയുള്ളവരെയാണ് ബിഗ് ബോസിന് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് നോറേനെയും ജാസ്മിനെയൊക്കെ സപ്പോർട്ട് ചെയ്തത്.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ അവിടെ നടത്തിയ ഡ്രാമ, അപ്പൊ ഈ ആഴ്ചയിൽ ജാസ്മിനെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളതും കൂടി അവരുടെ ഉദ്ദേശമാണ്. കാരണം അവർക്ക് എന്തൊക്കെ ആയാലും വ്യക്തികളെ നോക്കിയിട്ടല്ല അവർ മുന്നോട്ട് പോകുന്നത്. ലാലേട്ടൻ അത് പറയുന്നുണ്ട്, എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണെന്ന്. പക്ഷെ എല്ലാവരും ഒരുപോലെയല്ല. അതിന് കാരണം എന്ന് പറഞ്ഞാല് പുറത്ത് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇവർക്ക് പ്രിയപ്പെട്ടവര്. അല്ലാതെ പറഞ്ഞില്ല റേറ്റിംഗ് കൂടുന്നുണ്ടോ എന്ന് മാത്രം. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഏതർത്ഥത്തിലായാലും റേറ്റിംഗ് കൂടുന്നുണ്ടോ, ആരെ കൊണ്ടാണ് ഈ റേറ്റിംഗ് കൂടുന്നത് എന്നുള്ളതിലാണ് അവരുടെ താല്പര്യം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും തന്നെയാണ് റേറ്റിംഗ് കൂട്ടുന്നതിന്റെ മുഖ്യ ഘടകം എന്ന് പറയാതിരിക്കാൻ കഴിയും. അത് നെഗറ്റീവ് അർത്ഥത്തിലായാലും അത് തന്നെയാണ് മുഖ്യ ഘടകം. അപ്പോൾ സിബിനെക്കാട്ടിലും ഒരു പക്ഷേ ആവശ്യം ജാസ്മിനെയും ഗബ്രിനെയും തന്നെയാണ്. അപ്പൊ അവരെ ഒന്ന് സുഖിപ്പിക്കുക കൂടി ആവാം എന്നുള്ള ഉദ്ദേശം ബിഗ് ബോസിനുണ്ട്. കാരണം ഇപ്പോഴത്തെ ജാസ്മിന്റെ മെന്റൽ കണ്ടീഷൻ വെച്ചിട്ട് ഒരുപാട് ചവിട്ടി തേക്കാതെ ഒരു മനസ്സുഖമൊക്കെ നൽകാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അത് ജാസ്മിന്റെ മുഖത്ത് ഇന്നലെ ഉണ്ടായിരുന്ന മുല്ലപ്പൂന്ന് പേര് പോലെ തന്നെ മുല്ലപ്പൂ പോലെ വിടർന്നായിരുന്നു ഇന്നലെ ജാസ്മിന്റെ മുഖം. ചിരിച്ചങ്ങനെ സന്തോഷവതിയായിട്ടിരിക്കുന്ന ജാസ്മിനെ നമ്മൾ കണ്ടു. സിബിനെ ഓരോ വഴക്ക് പറയുമ്പോഴും അല്ലെ ഭയങ്കര ആഹ്ലാദവതിയായിട്ടിരിക്കുന്ന ഒരു ജാസ്മിനെ കണ്ടു. അത് തന്നെയാണ് അവരുടെ ആവശ്യം. അതുപോലെ തന്നെ സിബിനെ പഴയതിലും ശക്തമായിട്ട് ജാസ്മിനെ നേരെ തിരിക്കണം. അതും കാരണം ജാസ്മിനെ കൊണ്ടാണ് ഇത്രയധികം ശിക്ഷകൾ സിബിൻ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ജാസ്മിന് നേരെ പഴയതിലും ശക്തമായിട്ട് സിബിൻ ഇറങ്ങണം. സിബിനെ ഉയർത്തി കൊണ്ടുവരികയും വേണം. കാരണം ഒരു മുഖ്യ ഘടകമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. നമ്മൾ മുൻ സീസണുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ലാലേട്ടൻ വന്ന് വഴക്ക് പറയുന്ന പല കണ്ടസ്റ്റൻസുകൾക്കും പിന്നീട് ജനപ്രീതി കൂടിയതായിട്ട് കണ്ടിട്ടുണ്ട്, പ്രേക്ഷകർ ഏറ്റെടുക്കും. അപ്പോൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മറ്റാർക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു അക്സെപ്റ്റൻസ് പിന്നെ സിബിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ജിൻഡോയ്ക്കായിരുന്നു അത് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ പാവം എല്ലാവരും ഒറ്റപ്പെടുത്തണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ജിൻഡോയ്ക്കായിരുന്നു കുറച്ചധികം സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ജിൻഡോയെ മറികടന്ന് പ്രേക്ഷക പ്രീതി നേടിയ ഒരു വ്യക്തി സിബിനാണെന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉദ്ദേശം, കാരണം ഈ സീസണിൽ അങ്ങനെ പ്രേക്ഷകരെ ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് വരെ അതിനുള്ളിൽ ഉണ്ടായിട്ടില്ല. ജിൻഡോയെ കുറെ അധികം പേർക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി പ്രേക്ഷകർ ഒരുപോലെ ഒരാൾക്ക് വേണ്ടി വാദിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമായിരിക്കും ഈ സീസണിൽ. സിബിന് വേണ്ടിയാണ് എന്നാൽ അത്രയും പ്രേക്ഷകരും ഒരാൾ പോലും കുറ്റം പറയാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതും ഒരു ഘടകമായിരിക്കും. ഏതെങ്കിലും ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ടാക്കുക എന്നുള്ളതും ബിഗ് ബോസിന്റെ ലക്ഷ്യമാണ്. പിന്നെ അയാൾ ചെയ്യുന്ന ആക്ടിനെ മുൻനിർത്തി തെറ്റായാലും ശരിയായാലും ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, ജാസ്മിൻ ഇല്ലെങ്കിലും ഗബ്രി ഇല്ലെങ്കിലും ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അങ്ങനെ സിബിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രത്തിന്റെയും കൂടി ഭാഗമായിരിക്കും. കാരണം സിബിന് അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണ്, നല്ലപോലെ ഗെയിം കളിക്കാൻ അറിയാം, എങ്ങനെ എവിടെ എന്ത് പ്രയോഗിക്കണം നല്ലപോലെ അറിയാം. ചില സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് പോയിന്നത് ഒഴിച്ചാൽ നല്ലൊരു ഗെയിമറാണ്. അപ്പൊ അത് അതിനുള്ള പല ആളുകൾക്കും അറിയാം. അപ്പൊ ജാസ്മിനും ഗബ്രിക്കൊക്കെ സിബിൻ പ്രധാന ശത്രു ആയതിന്റെ കാരണം അതാണ്, നല്ലൊരു ഗെയിമറാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുമൊക്കെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം ഇന്നലെ ഇത്രയധികം പണിഷ്മെന്റ് സിബിന് കൊടുത്തത്. അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് സിബിന്റെ മനസ്സിലുണ്ട്. സിബിന് തന്നെ വളരെ ഡെസ്പായിട്ടാണ് കാണപ്പെട്ടത്. വളരെ സങ്കടകരമായിട്ടൊരു കാഴ്ചയിൽ സിബിന്റെ കണ്ണ് നിറഞ്ഞൊക്കെ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര സങ്കട പണിഷ്മെന്റ് കൊടുക്കാൻ മാത്രമുള്ള തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ബിഗ് ബോസിനും അറിയാം, പുറത്ത് പ്രേക്ഷകർക്കും അറിയാം. അപ്പൊ അത് തന്നെയാണ് അവരുടെ ആവശ്യം, പ്രേക്ഷകരെ ഇളകണം. പിന്നെ സിബിന് ഭയങ്കരമായിട്ട് വൈരാഗ്യബുദ്ധി ഉള്ളിൽ വരണം, അതിനനുസരിച്ച് പ്രതികരിക്കണം. ഇതൊക്കെ തന്നെയാണ് ആവശ്യം. അത് തന്നെ ആയിരിക്കണം ബിഗ് ബോസിന്റെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.